3,10,000-ഓളം വോട്ടുകൾക്കാണ് 2009 തെരഞ്ഞെടുപ്പിൽ സുഷമ സ്വരാജ് വിദിശയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. സുഷമ സ്വരാജിൻ്റെയും BJPയുടെയും മണ്ഡലത്തിലെ സ്വാധീനമായിരുന്നു ഇതിനു പിറകിൽ എന്ന് പറയാനാവില്ല. കാരണം അന്ന് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലായിരുന്നു. കോൺഗ്രസ് നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി രാജ്കുമാർ പട്ടേൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള ബി ഫോം ശരിയായി പൂരിപ്പിച്ച് സമർപ്പിക്കാത്തതിനാൽ പത്രിക തള്ളിപ്പോയി. ഇതിനു പിറകിൽ BJP ആയിരുന്നുവെന്നും രാജ്കുമാർ പട്ടേലിനെ BJP വിലക്കെടുക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. എന്നാൽ BJP ഇത്തരം ആരോപണങ്ങൾ തള്ളിക്കളയുന്നു. किसी के कैंडिडेट होने या ना होने से कोई फर्क नहीं पड़ता है। विदिशा संसदीय क्षेत्र हमेशा से भाजपा का गढ़ रहा है और वह भाजपा के ही समर्थन में मतदान करता है। हमें इससे कोई फर्क नहीं पड़ता कि हमारे सामने कौन कैंडिडेट है या कौन नहीं है। ദിഗ്വിജയ് സിംഗിന്റെ സഹോദരൻ ലക്ഷ്മൺ സിംഗിനെയാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത്. ഭയ്യ എന്നറിയപ്പെടുന്ന ലക്ഷ്മൺ സിംഗ് ഇവിടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണെന്നാണ് കോൺഗ്രസിന്റെ വിശ്വാസം. ലക്ഷ്മൺ സിംഗിന്റെയും സുഷമയുടെയും വ്യക്തിത്വത്തിൽ ഊന്നിയുള്ള പ്രചാരണമാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. ഭയ്യ എന്ന വിശേഷണത്തോടെ കോൺഗ്രസ് ലക്ഷ്മൺ സിംഗിനെ അവതരിപ്പിക്കുമ്പോൾ BJP സുഷമയെ ദീദി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനിടയിൽ കുടുംബാംഗങ്ങളെ പ്രധാന സ്ഥാനങ്ങളിൽ എത്തിക്കാനുള്ള ദിഗ്വിജയ് സിംഗിന്റെ ശ്രമങ്ങൾക്കെതിരെ കോൺഗ്രസിനുള്ളിലുള്ള പ്രതിഷേധം മത്സരത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ലക്ഷ്മൺ ഭയ്യയ്ക്ക് വലിയ തലവേദനയാണ്. വിദിശയിൽ നിയമസഭയിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. എന്നാൽ ദീദിയും ഭയ്യയും തമ്മിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് കൂടുതൽ ശ്രദ്ധേയമായത്. വിദിശയിൽ നിന്ന് ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം TK ഹരീഷ്, മീഡിയ 1.